കൊട്ടിയൂർ ഉത്സവത്തിലെ ഏറ്റവും വലിയ കൗതുകവും വിശ്വാസവുമാണ് കൊട്ടിയൂരിൽ മാത്രം ലഭിക്കുന്ന ഓടപ്പൂ. ദർശനം കഴിഞ്ഞ് മടങ്ങുന്നവർ ഓടപ്പൂ ഒരെണ്ണമെങ്കിലും വീടുകളിലേക്ക് കൊണ്ടുപോകും. ഓടപ്പൂവിന്റെ നിർമ്മാണം ഏറെ അധ്വാനമുള്ള ജോലിയാണ്. ഓട വെള്ളത്തിലിട്ട ശേഷം എടുത്തിടിച്ച് ചതച്ച ശേഷം വീണ്ടും വെള്ളത്തിലിട്ട് കറ കളയും. കറ കളയാത്ത പക്ഷം പൂവിന് മഞ്ഞ നിറമുണ്ടാകും. വീണ്ടും അത് പിഴിഞ്ഞെടുത്ത് പൂവിന്റെ രൂപത്തിലാക്കിയാണ് ദർശനത്തിനെത്തുന്ന ഭക്തന്മാർക്ക് നൽകുന്നതിനായി സൂക്ഷിക്കുന്നത്. ദിവസങ്ങളുടെ അധ്വാനം വേണം ഓടപ്പൂവ് നിർമ്മിക്കാൻ. ഒരു കാലത്ത് പരക്കെയുണ്ടായിരുന്ന ഓടക്കാടുകൾ കൊട്ടിയൂരിൽ നിന്ന് അപ്രത്യക്ഷമായി കഴിഞ്ഞു. വനാന്തരങ്ങളിലെ ചതുപ്പ് നിലങ്ങൾ വളരുന്ന, ഞങ്ങളുടെ ഭാഷയിൽ നീലക്കള്ളി എന്ന് വിളിക്കപ്പെടുന്ന പ്രത്യേകതര ഓട അവിടുന്ന് ശേഖരിച്ചു കൊണ്ടുവന്ന് നിലവിലെ ഓടപ്പൂവിൻ്റെ മേലെ കരിന്തൊലി എന്ന് പറയുന്ന സാധനമുണ്ട്. ആ പച്ചക്കറുള്ള സാധനം ചെത്തിക്കളഞ്ഞ് അത് ഇടിച്ച് വെള്ളത്തിലിട്ട് കറ കളഞ്ഞ് വളരെ നേർത്ത സൂചി എന്ന് പറയുന്ന ഒരു പണിയായതുകൊണ്ട് അത് വെച്ച് ചീകി മിനുക്കി അതിൻ്റെ ചപ്പും ചവറെല്ലാം കളഞ്ഞ് നാലാക്കി എടുത്ത് ആയിട്ടാണ് താടിയായിട്ട് പ്രദർശിപ്പിച്ച് വെക്കുന്നത്. കൊട്ടിയൂർ ദർശനത്തിന്റെ സന്തോഷം കൊട്ടിയൂരിൽ എത്താത്തവരുമായി പങ്കിടാൻ ഓടപ്പൂവ് സമ്മാനമായി നൽകുന്നു. ശിവഭൂതങ്ങളുടെ തലവൻ വീരഭദ്രനും സംഘവും ദക്ഷയാഗം തകർക്കാനെത്തിയപ്പോൾ ഭൃഗുമുനിയുടെയും മറ്റു മുനിമാരുടെയും താടി രോമങ്ങൾ പിഴുതെറിഞ്ഞതാണ് ഓടപ്പൂവായി മാറിയതെന്നാണ് കരുതപ്പെടുന്നത്. ഇത് ശിവചൈതന്യത്തിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുപോകുന്നതുകൊണ്ട് തന്നെ വീടിനകത്ത് പോസിറ്റീവ് എനർജി നിറഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ടും അതുപോലെ വാഹനങ്ങളിലും അതുപോലെ സ്ഥലങ്ങളിലൊക്കെ കൊട്ടിയൂരപ്പൻ്റെ ഒരു ചൈതന്യത്തിൻ്റെ പ്രതിരൂപമായിട്ടാണ് ഓടപ്പൂ അറിയപ്പെടുന്നത്. കൊട്ടിയൂരിൽ വൈശാഖ ഉത്സവത്തിന് എത്തുന്ന ഭക്തന്മാർക്ക് ഓടപ്പൂവ് ഒരു കൗതുകവും കൊട്ടിയൂരിലെ മാത്രം പ്രത്യേകതയുമല്ല, അടുത്ത വർഷം വൈശാഖ മാസം വരെയുള്ള ഐശ്വര്യത്തിന് ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ന്യൂസ് മലയാളം, കണ്ണൂർ.